ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ അല്ലെങ്കിൽ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്ന് ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒത്തിരി നല്ല നല്ല കമൻസുകൾ വന്ന്, പിന്നെ പുതിയ പുതിയ ആൾക്കാർ കമൻസ് ഇടുന്നുണ്ട്. പഴയ ആൾക്കാർക്കും പുതിയ ആൾക്കാർക്കും ഒത്തിരി സന്തോഷം. പിന്നെ പോൾമോൻ ഒത്തിരി പേര് ചക്കരയമ്മ പറഞ്ഞ്, ഞാൻ പോൾമോനും പോട്ടെ പ്രൈസമ്മോന്, ഞാൻ അത് പ്രൈസമ്മോനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനിങ്ങനെ ഒരു ചമ്മലൊരു ചിരി ചിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പേർക്ക് ഇപ്പം ഞാൻ നടക്കാൻ പോയിട്ട് അവിടെ ഇരുന്നപ്പം അന്നേരം ആ റിപ്ലൈ കൊടുത്തത്. അപ്പോഴേ എന്താ ഞാൻ ഇപ്പം ഇന്നലെ പറഞ്ഞില്ലേ, പ്രൈസമ്മോൻ ഇവിടെ വീട്ടിൽ നല്ല സൗകര്യമുണ്ട്, അടി കിട്ടിയിട്ടൊക്കെ വരുമെന്ന്. അതായത് ഒരു ദിവസം ഇവൻ ഈ ബസ്സിൽ വരുന്നുണ്ടെ പിള്ളേരുണ്ടല്ലേ, ബസ്സിൻ്റെ അകത്തൊരു ലേഡിയുണ്ട് പിള്ളേരെ കൺട്രോൾ ചെയ്യാൻ, കണ്ടക്ടറുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഇവൻ ഇപ്പം 1-2 ആഴ്ചയായി കേട്ടോ ഈ സംഭവം. ഞാൻ പറയണ്ടെന്ന് പറഞ്ഞിരുന്നേ, പിന്നെ ഞാൻ ചിന്തിച്ചെന്നാ ഒന്ന് പറഞ്ഞേക്കാന്ന്. ഒരു മിനിറ്റ്, ഒരു കൊതുക് കിടന്ന് ഓടുന്നുണ്ട് കേട്ടോ. ഞാൻ ഫാൻ നിർത്തി ഇപ്പോൾ AC ഇട്ടേക്കുന്നു കേട്ടോ. അപ്പം കൊന്നതിനെ, ഒരു കൊതുകിനെ കൊല്ലുമ്പോൾ എനിക്ക് ഭയങ്കര സംതൃപ്തിയാണ്. അപ്പം എന്തുവന്നോ, അപ്പം ഈ കൊച്ച് നമ്മുടെ ഏത് മക്കളാണെങ്കിലും അവരവരുടെ വീട്ടിൽ പറയുന്നതും വീട്ടിലെ പ്രവൃത്തികളും കണ്ട് അവർ വെളിയിലും ഇടപെടുന്നത്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയും, അയ്യോ ആരെ അടിക്കല്ലേ, വഴക്കുണ്ടാക്കല്, എന്തുകൊണ്ടാണെങ്കിൽ ടീച്ചറടുത്തൊക്കെ പറയണമെന്ന്. അന്നൊക്കെ പോൾമോൻ എക്സാം ആയതുകൊണ്ട് അവൻ 5:30 മുമ്പോട്ട് വരുമ്പോൾ അവൻ ആ ഗേറ്റിൻ്റെ അവിടെ ഇരുന്നിട്ട് അവൻ വിളിച്ചോണ്ടായിരുന്നു വരുന്നത്. അന്ന് ഇതെന്നോ ഈ പോൾമോൻ ലേറ്റായി എന്നാൽ അവൻ എന്നോട് വിളിച്ച് പറയണ്ടേ, മമ്മി ഞാൻ ലേറ്റായി, പ്രൈസമോനെ മമ്മി പോയി വിളിക്കണോ. ഇവനൊട്ട് വിളിച്ച് പറഞ്ഞതുമില്ല. ഞാൻ നോക്കണം അന്ന് കുഞ്ഞ് തന്നെ വന്നത്. കുഴപ്പമില്ല, ഈ സൊസൈറ്റിയിൽ തന്നെ കുറേ പേരുണ്ട്, എന്നാലും അതല്ലല്ലേ നമ്മൾ പോകുന്നത്, അതൊരു വേറൊരിതല്ലേ. മെയിൻ കാര്യം എന്തുവന്നോ ഈ പോകുന്നത്, ഇവിടെ പട്ടികൾ ശരിക്കുണ്ട്. അപ്പോൾ ഈ പട്ടികളെ കാണുമ്പം കൊച്ചു കയറി ഓടും. അപ്പോൾ പട്ടി കുറേ ഓടും. പട്ടികളുടെ സ്വഭാവം ഓടിയാ കൂടെ ഓടുന്നേ. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഞാൻ കുഞ്ഞ് കയറി വന്നപ്പോഴേ ചെള്ളയുടെ അവിടെ ഇങ്ങനെ എടുത്തിരിക്കുന്നു. ഇവിടെ ഒരു സ്കിൻ ഇച്ചിരി മുറിഞ്ഞതുപോലെ ഉണ്ട്. ഞാൻ കാണിക്കാം നിങ്ങളുടെ വീഡിയോ കേട്ടോ, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം വന്നാണ് ഞാൻ ചോദിച്ചത്, ഇതെന്തുവാ? ദേവേഷ് എന്ന് പറയുന്ന ഒരു ചെറുക്കനുണ്ട്, അവൻ ബസ്സിലാന്നേലും ഭയങ്കര മസ്തി. ഇവരൊക്കെ ഈ ശരിക്കും പിക്ചറുകളൊക്കെ കാണുന്ന പിള്ളേരാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഫൈറ്റിങ് അതും ഇതുമൊക്കെ കണ്ട് ഇവനോട് പറയും. അപ്പോൾ ഇവൻ ഇത് കേൾക്കുമ്പോഴൊക്കെ അറിയത്തില്ലല്ലോ. ഇപ്പം അവൻ അപ്പോൾ ഇവൻ എന്നും ആ കൊച്ചിന് സൈഡിലിരിക്കണം. സാധാരണ ആദ്യം കയറുന്നവരല്ലേ സൈഡിലിരിക്കുന്നത്. അങ്ങനെ ഇവൻ ഇരിക്കുവാന്നേലും അവൻ ഇവനെ എണ്ണിപ്പിച്ചിട്ട് അവൻ പോയിരിക്കും. അപ്പം ഞങ്ങൾ പറഞ്ഞ്, നിങ്ങൾ ബസ്സിൽ ആൻറ്റി അടുത്ത് പറ, അല്ലെങ്കിൽ അപ്പം അങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ ഇതിന് മുമ്പിട്ട് ഇവൻ ഇതുപോലെ കൊച്ചിൻ്റെ ദേഹത്ത് വെള്ളമൊക്കെ കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ റീച്ചാനല്ലേ രാവിലെ വിടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ ബസ്സുകാരോട് പറയണം അവനെ ഇവൻ്റെ അടുത്തൊന്ന് മാറ്റിയിരുത്തണം. അങ്ങനെ അവർ മാറ്റിയിരുത്തു. പിന്നെ ഈ കൊച്ചൻ കഴിഞ്ഞിടെ പറഞ്ഞ്, എൻ്റെ പപ്പ പറഞ്ഞ് നീ പഴയ സീറ്റിൽ തന്നെ ഇരുന്നാൽ മതി. ചുമ്മാതെ അത് നമ്മുടെ കൊച്ചങ്ങ് വിശ്വസിക്കും. നീ വിൻഡോ സൈഡിൽ ഇരുന്നാലും മതിയെന്ന് പറഞ്ഞെന്ന്. അപ്പം എന്നും ഇവിടെ ഇങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞു ഇനി എൻ്റെ പപ്പ പറഞ്ഞെന്ന് നീ പറ, എനിക്കൊന്നും നിൻ്റെ പപ്പാടെ കാര്യം അറിയണ്ടെന്ന് പറയാം. ഈ കൊച്ച് അതുപോലെ ഇവരിങ്ങനെ പറഞ്ഞു എനിക്ക് നിൻ്റെ പപ്പാടെ കാര്യമെന്ന് പറയണം. ഈ ചെറുക്കന് തൊറ്റടി കൊച്ച് എന്നിട്ട് കരഞ്ഞ് ആൻറ്റി എടുത്ത് പറഞ്ഞാൽ അങ്ങനെ ആൻറ്റി മാറ്റിയിരുത്തിയെന്ന്. എന്നിട്ട് മാറ്റിയിരുത്തി പിറ്റേന്നാണ് ഞാൻ ഇത് ഉടനെ വീട്ടിൽ വന്ന് ഞാൻ ഉടനെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് റീച്ചാൻ അയച്ചു കൊടുത്തു. നോക്ക് റീച്ചാൻ, ഇങ്ങനൊരു കൊച്ചൻ അടിച്ച ബസ്സുകാരെ വിളിച്ച് റീച്ചാൻ ഒന്നീ ബസ്സുകാരുടെ നമ്പർ റീച്ചാൻ്റെ കയ്യില്ല, എൻ്റെ കയ്യിലില്ല. അപ്പോൾ റീച്ചാൻ പറഞ്ഞ് ഞാൻ പറയാം. റീച്ചാൻ എന്ന് പറയുന്നത് ഒറ്റ ചാട്ടത്തിൽ എടുത്ത് ചാടി പ്രവർത്തിക്കത്തില്ല. ഞാൻ പറഞ്ഞ റീച്ച ഇത് വെറുതെ വിട്ടാക്കത്തില്ല, ഇത് ഇന്നാളെ അവൻ വെള്ളം ദേഹത്ത് കോരി ഒഴിച്ച് അന്ന് ഞാൻ പറഞ്ഞ അവൻ്റെ അടുത്ത് ഇരുത്തിക്കല്. നമ്മളമ്മമാർക്കല്ലേ വെപ്രാളം. എനിക്കിച്ചിരി വെപ്രാളം കൂടിപ്പോയി കുഞ്ഞിനെ ഇത് കണ്ടാണ്. കാരണം ഈ കൊച്ചിലത്തെ അവസ്ഥകളെല്ലാം നമ്മൾ ഓർക്കുമ്പം അവനെ അത്രയ്ക്ക് സൂക്ഷിച്ചേ ഒക്കത്തുള്ളൂ. കൊച്ചങ്ങ് കരയുമായിരുന്നു വന്ന് എന്നോട് പറഞ്ഞിട്ടും. അത്രയ്ക്ക് വേദനിച്ച് കാണുകയോ കുഞ്ഞിന് ഇവിടെ സ്വെല്ലിങ് പോലായി, ഇവിടെ ഇങ്ങനെ മുറിവ് പോലായി.
ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ആ ഫോട്ടോ നിങ്ങൾക്കൊന്ന് സെൻഡ് ചെയ്തേക്കാം. അപ്പം ഞാൻ പറഞ്ഞ് ഉടനെ ഞാൻ പറഞ്ഞു ഒന്നീ ബസ്സുകാരത്ത് വിളിച്ച് പറ, അല്ലെങ്കിൽ ടീച്ചർക്ക് വിളിച്ച് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവന് ഞാൻ പറഞ്ഞ് അന്നേരം ഗ്രൂപ്പിൽ ഇവരുടെ എല്ലാം നമ്പറുണ്ട്. ഞാൻ പറഞ്ഞ് ആ കൊച്ചൻ്റെ സർനെയിം എന്തോന്ന് വെച്ചിട്ട് ഈ കൊച്ചൻ അറിയത്തുമില്ല. അപ്പോൾ സർനെയിം അറിയാമെങ്കിൽ പേരൻസിനെ വിളിച്ച് പറയാനായിട്ടെ. അപ്പോൾ ഞാൻ ഫോട്ടോ റീച്ചാൻ അയച്ചു കൊടുത്തിട്ട് എന്തോ അതിൽ റീച്ചാൻ അതെങ്കിൽ ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ട് ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഇതുപോലെ ഈ ദേവേഷ് അടിച്ചാന്ന് പറഞ്ഞു. അപ്പം ടീച്ചർ പറഞ്ഞ് അവരുടെ പേരൻസിൻ്റെ അടുത്ത് പറയാം, വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം ഞാൻ കൊച്ചിനെ കൊണ്ട് പോകാൻ നേരം റീച്ചാൻ അന്ന് രാവിലെ ഓഫീസിൽ പോകണമായിരുന്നു. ബസ്സുകാർക്ക് പറയാനും പറ്റിയില്ല. എന്നിട്ട് ഞാനാണ് പോയത് രാവിലെ. ഞാൻ രാവിലെ പോയിട്ട് ഞാൻ ആ ഫോട്ടോ എടുത്ത് ആ കണ്ടക്ടറെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞ് ഇങ്ങനെയാണോ പിള്ളേർ, നിങ്ങൾ ബസ്സിൻ്റെ അകത്ത് നോക്കാൻ ആൾക്കാരുണ്ട്, ഈ കൊച്ചു പിള്ളേർ തമ്മിൽ അടികൂടി ഇതുപോലെ അടിച്ചിട്ട് നിങ്ങൾ എന്തോ ചെയ്തോന്ന് ചോദിച്ചു. അത് രണ്ടുപേരും ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ മോനെ ഞാൻ നല്ലതെന്ന് പറയാമല്ല, എൻ്റെ മോനോട് ഞങ്ങളൊന്നും പറഞ്ഞും വിടത്തില്ല, അവനങ്ങനെ മസ്തിയും ചെയ്യത്തില്ല. വിൻഡോ സീറ്റിൽ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ആ കൊച്ചനാ അടിച്ചത്. എന്തുകൊണ്ട് നിങ്ങളല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് പറഞ്ഞില്ല? അന്നേരം അവർ ഞാനത് മാറ്റി ഇരുത്തി സോറിയൊക്കെ പറഞ്ഞു. അപ്പോൾ കൂടെ നിന്ന് എൻ്റെ കൊച്ചുങ്ങളൊന്നും പറഞ്ഞു ഇതെന്തോ അടിച്ചത്, ഉടനെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് എന്ന് പറയണം, ഇതാന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ എന്നെ നിങ്ങളായിട്ടാണ് മിണ്ടാതിരിക്കുന്നത്, ഉടനെ ഇത് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് വരെ പോകേണ്ടിയതാ എന്നൊക്കെ. അപ്പം രണ്ടുപേരും മാറ്റിയിരുത്തി. എന്നിട്ട് ഈ കൊച്ചിനോട് ഞാൻ പറഞ്ഞ് ഇനി അവൻ്റെ അടുത്ത് പിന്നെ ക്ലാസ്സിലാണെങ്കിലും അവൻ്റെ അടുത്ത് ഇരിക്കരുതെന്ന്. എന്നിട്ട് ബസ്സിൽ വെച്ച് ഈ കൊച്ചു പറയാ, ഞാൻ അവനോട് മിണ്ടുന്നതിന് കുഴപ്പമില്ലല്ലേ, അവൻ്റെ അടുത്ത് ഇരിക്കലെന്നല്ല ഉള്ളൂ, നമ്മുടെ കൊച്ചുങ്ങൾ വെറും ശുദ്ധ കൊച്ചുങ്ങളാന്നല്ല. ഞാൻ പറഞ്ഞു ഞാൻ മിണ്ടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൂടുതൽ മിണ്ടാൻ പോയിട്ട് വീണ്ടും അടി വാങ്ങിച്ചുകൊണ്ട് വരലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നുള്ള. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അതുപോലെ അന്ന് ഞാൻ പറഞ്ഞെങ്കിൽ വേറൊരു കൊച്ചിൻ്റെ പേപ്പർ എടുത്ത് പേരെഴുതി മാറ്റിയെന്ന്. ആ കൊച്ചും ഒരു പാട്ടുണ്ട്, എന്തോ ചെങ്ങാച്ചെന്നോ ഒന്ന് പറഞ്ഞ് പാട്ടെന്ന് പറഞ്ഞിട്ട് തമാശയ്ക്ക് ഇവനെ ഒരടി അടിച്ച്. ഈ കൊച്ചിന് എനിക്ക് നീ സ്കിന്നൊക്കെ ഇനി പെട്ടെന്ന് ഇതാവുന്ന ഒന്നും അന്നും അടിയും കൊണ്ടുകൊണ്ട് ഇനി വന്നു. അപ്പോൾ അന്ന് ആ ടീച്ചർമാരും എടുത്ത് പറയണ ടീച്ചർമാർ പറഞ്ഞ എന്തോ ചെയ്യാൻ നീ ഇങ്ങനെല്ലാം അവന്മാർ അടിക്കുന്നവരുടെ ഇങ്ങനെ പേടിച്ച് പമ്മി നിൽക്കല്. വൈസ് പ്രിൻസിപ്പൾ തന്നെ പറയാം നമ്മളെങ്ങനെ. അപ്പം റീച്ചാൻ പറഞ്ഞ് ഞങ്ങളെങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് തിരിച്ചടിയെന്ന്, നീ അടിച്ചിട്ട് വരണമെന്ന്. അന്നേരം ടീച്ചർ പറയാം അതും ശരിയാ, നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കരുത്, പിന്നെ എന്തോ ചെയ്യും, നീ ഇത്ര പാവമായാൽ എന്തോ ചെയ്യുമെന്ന് ടീച്ചർമാർ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ആ ഫോട്ടോ ഒന്നിടാം കേട്ടോ, കുഞ്ഞിനെ അടിച്ചത്. എനിക്ക് ഇപ്പോഴും അത് കാണുമ്പം വിഷമമാണെന്നുള്ളതാണ്. അന്ന് രാത്രി ഈ കൊച്ചുണ്ടല്ലേ ഉറക്കത്തിൽ കിടന്ന് ഓരോന്നൊക്കെ അങ്ങ് പറഞ്ഞ് പിറ്റേന്നാളിനെ പനിയായി കൊച്ചിന്, പേടിച്ചായിരിക്കും. ഞാനിത് പറഞ്ഞത് പല പേരൻസിനും ഇതൊക്കെ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നോണ്ടേ പൂർമ്മം പറയുക, എടാ ആരെങ്കിലും അടിച്ചാൽ തിരിച്ചടിച്ചോണം നീ, ഒരു കുഴപ്പമില്ല. മമ്മി മുഖേനയാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, അതുപോലെ എൻ്റെ ബ്രദർ ആവല്ല് കേട്ടോ. ഞാൻ പോളെ അങ്ങനെ ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത്. എന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോളെ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കല്, കൊച്ചു പോയി വല്ലതും ചെയ്തിട്ട് വല്ല പ്രശ്നമായാൽ പിന്നെ അത് അതിൻ്റെ മെനക്കേടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ടീച്ചർ അടുത്ത് പറഞ്ഞാൽ മതി, മോനൊന്നിനും പോകല്ലെന്ന് പറഞ്ഞു. എന്തോ ചെയ്യും, നമ്മൾ പിള്ളേർ വഴക്കിന് പോയില്ലേലും ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുമെന്ന് വെച്ചാൽ എന്തോ ചെയ്യും. ഇപ്പോഴത്തെ കാലം വെറും നമ്മൾ പേടിക്കേണ്ട ഒരു കാലമെന്നുള്ള, പണ്ടത്തെ കാലം അല്ല. നമ്മൾ പറയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വഴക്കിന്, നമ്മുടെ കുഞ്ഞുങ്ങൾ വഴക്കിന് പോകത്തില്ല. പക്ഷേ ഇങ്ങനെ ഓരോ ഡാൻസും ഫൈറ്റും പിക്ചറിൽ അതും ഇതുമൊക്കെ കണ്ടിട്ട് അവന്മാർ പ്രാക്ടീസ് ചെയ്യുന്ന പാവം പിടിച്ച പിള്ളേരെടുത്താണ്. പക്ഷെ നല്ല കയ്യൂക്ക് തിരിച്ചു കിട്ടുന്ന പിള്ളേർക്കൊന്നും മിണ്ടത്തില്ലല്ലോ അവന്മാർ. അതാ കയ്യൂക്കുള്ള കാര്യക്കാരെന്ന് പറയുന്നത്. പിന്നെ പേരൻസിനെ വിളിച്ചായിരുന്നു, സോറിയൊക്കെ പറഞ്ഞു. അപ്പം ഞാനിത് നിങ്ങൾ ചിന്തിക്കും ഇത്രയും സിറ്റുവേഷന് വന്നിട്ട് ഫോട്ടോ എടുത്തല്ലോ എന്ന്. ഞാനത് എടുക്കാൻ കാര്യം ഒന്ന് റീച്ചാൻ അയച്ചു കൊടുക്കണമായിരുന്നു ഇത് അറിയാനായിട്ട്. പിന്നെ അഥവാ നാളെ ടീച്ചറിൻ്റെ അടുത്ത് കാണിക്കണമെങ്കിൽ അപ്പോഴത്തേക്കിന് അത് മാറിയ അവർ നമ്മൾ പറഞ്ഞത് കള്ളമാണെന്ന് ചിന്തിക്കത്തില്ലേ, അതുകൊണ്ട് ഒരു പ്രൂഫിന് വേണ്ടി ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ക്യാരറ്റ്, സവാള, ക്യാപ്സിക്കം ഇത്രയും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മയോണൈസും പിന്നെ ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട്
ഇങ്ങനെ ബ്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ടോസ്റ്റർ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഗ്യാസേ വെക്കുന്ന ടോസ്റ്ററിൻ്റെ അകത്താണ് ഇത് ചെയ്യുന്നത്. ഇതിവിടെ ഈ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കൊച്ചുങ്ങൾക്കാകുമ്പോൾ ഇതൊക്കെ കുറേയും കൂടി ഇഷ്ടമാണ്. ഈ ദോശ ഇഡലിയൊക്കെ അവർക്ക് ഇങ്ങനെ കൊടുത്താൽ ഇഷ്ടമാണ്. അത് ആകുമ്പം കൊച്ചവന് ടിഫിൻ കൊണ്ടുപോകാനും അവന് ഇഷ്ടമാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. പക്ഷേ നമ്മൾ തീ ഒരു ഇച്ചിരി കൂട്ടിയാൽ അത് കരിഞ്ഞു പോകും. ഞാനിത് ഒരെണ്ണം ഇങ്ങനെ ഇപ്പം ഇത് ഗ്യാസേ വെച്ചിട്ട് തീ കുറച്ചിട്ടിട്ട് അടുത്തത് സെറ്റ് ചെയ്യും. എന്നിട്ട് തിരിച്ച് മറ്റേ സൈഡ് കൊടുക്കും. അപ്പോൾ ചൂടോടെ ഉണ്ടാക്കി എല്ലാവർക്കും പെട്ടെന്ന് കൊടുക്കാൻ നമുക്കിത് അരിഞ്ഞ് എടുക്കേണ്ട പാടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ചില ദിവസം എന്തോ ചെയ്യുന്നോ, സവാള ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഞാനങ്ങ് ചോപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് വെക്കും. സവാള അരിഞ്ഞ് വെച്ചാൽ ഒരു പ്രത്യേക സ്മെല്ലല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ കടല ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടായിരുന്നു. കടലക്കകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഏത്തയ്ക്ക വറുത്തില്ലേ, അപ്പോൾ അതിൻ്റെ തൊലി ഞാൻ എടുത്ത് വെച്ചിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് അരിഞ്ഞ് ആ ഏത്തയ്ക്കയുടെ തൊലിയും ഈ കടലയും കൂടി ഇട്ടൊരു തോരൻ വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ കടല ഞാൻ ഇച്ചിരി വെള്ളവും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വേവിക്കാനായിട്ട് വെക്കട്ടെ. കടല ഞാനൊരു 3-4 വിസിൽ അടിച്ചെടുത്തു. എന്നിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ച് കടുകിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് സവാള ഇട്ട്, പിന്നെ ഞാൻ തേങ്ങയ്ക്കകത്ത് കുറച്ച് ജീരകവും ഇച്ചിരി 1-2 അല്ലി വെളുത്തുള്ളിയും ഇച്ചിരി മുളക് പൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കായയുടെ തൊലി ചേർത്തത് ഇവിടെ ആർക്കും മനസ്സിലായില്ല. ഒത്തിരി അങ്ങ് ചേർത്തില്ല, കുറച്ചേ ചേർത്തുള്ളൂ. കുറച്ച് കാത്തൊലിയെല്ലാം ഉള്ളായിരുന്നു. നമ്മുടെ നാടൻ കായ്ക്കാണെങ്കിൽ ആ തൊലിക്ക് നല്ല കട്ടി കാണും. പക്ഷേ ഇതിനങ്ങനെ, ഇത് നാടൻ കായല്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് ഈ ഏത്തപ്പഴവും അങ്ങനെ നിന്ന ഒരു നല്ല ടേസ്റ്റ് ഇല്ലായിരുന്നു. അതിന് തൊലിക്കും കട്ടിയില്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ചതിൽ നിന്നൊക്കെ ഉള്ളതെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ചെടുത്ത്. അപ്പം ഞാൻ അതിലേക്ക് ഇപ്പോൾ ഇതൊന്ന് വാടി വന്നോണ്ടേ ഇതിലേക്ക് ഞാൻ ഈ കാത്തൊലി അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. കടലത്തോരൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതിട്ടിട്ടേ അതിൻ്റെ അകത്ത് കടലയും കൂടി ഇട്ട് എന്തുവാന്നേലും കുറച്ചുകൂടെ വേവണം. ആ കാത്തൊലി വേണം, നമ്മുടെ കടലയും കുറച്ചുകൂടെ വേവണം. അപ്പോൾ ആ കടലയ്ക്കകത്തുള്ള വെള്ളവും ഇതെല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ തീയിൽ കിടക്കട്ടെ. അപ്പോൾ അത് നന്നായി എല്ലാം കൂടെ ഒന്ന് വെന്ത് വരും. ഞാൻ ചിലപ്പോൾ ഈ തോരൻ മാത്രം എടുത്ത് കഴിക്കും. നല്ലതാണ്. എനിക്ക് ഈ തോരനുണ്ടെങ്കിൽ ആ ചോറിൻ്റെ കൂടെ ഒന്നും ഒഴിക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഇങ്ങനെ ഈ തോരനും ഈ കടലത്തോരനും ചോറും കൂടെ മാത്രം എടുത്ത് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ലിക്വിഡ് ഒഴിച്ച് മീൻചാറ് ഒഴിക്കുന്നത് ഇഷ്ടം, അവിയലൊക്കെ ഒഴിക്കുന്നത് ഇഷ്ടം. അല്ലാതെ ഈ മോരൊന്നും അങ്ങനെ എനിക്ക് ഒഴിക്കുന്നതിനോട് അത്ര താല്പര്യമില്ല. ഞാനാണെങ്കിൽ പേടിച്ച ഇന്നാളത്തെ കടലത്തോരനായിരുന്നു ഉപ്പ് കൂടിപ്പോയത്. ഉപ്പിട്ട് വേവിക്കുകയും ചെയ്ത് പിന്നെ ഉപ്പിട്ട് പിന്നെ ഇട്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ചാണ് ഇട്ടത്. പിന്നെ ഞാനൊന്ന് നോക്കിയുണ്ടെങ്കിൽ കുറവാണ് ഉപ്പ്. അതുകൊണ്ട് കുറച്ചുകൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് അടപ്പത്തിട്ടിട്ട് അന്നേരം ഓർത്തത് അനു വരാറാകുമ്പം ഷീറ്റ് മാറ്റണം. 10 ദിവസം കൂടുമ്പോൾ ഷീറ്റ് മാറ്റും. അപ്പം കണ്ടോ 10 ദിവസം ആയതേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ തൂത്തിട്ട്. ഇതുപോലെ എല്ലാ പ്രാവശ്യവും ഷീറ്റ് മാറ്റുമ്പോൾ ഈ കട്ടിലിങ്ങനെ നീക്കി കൊടുക്കും. ഇതുപോലെ അകത്ത് പൊടിയാന്നുള്ളതാണ്. എന്തുമാത്രം പൊടിയാണ്. ഞാൻ നിങ്ങളെ അകത്തിരിക്കുന്ന മണി പ്ലാന്റിൻ്റെ ഇല കാണിക്കാം. അതും ഞാൻ ഒരു 1.5 ആഴ്ചയായി ഇതൊന്ന് കഴുകി വെച്ചിട്ട്. മൊത്തം പൊടിയാണ്. ജനലിൻ്റെ അവിടെ ഇരിക്കുന്നതാണെങ്കിൽ പിന്നെ പറയവേ വേണ്ട. കണ്ടോ ഇതിൻ്റെ അകത്തെ പൊടികൾ എന്തോ പൊടിയാണെന്നറിയാമോ. അപ്പം ഞാൻ ഇപ്പോഴേ അനു വരത്തില്ല. ഓർത്ത സമയത്ത് ഞാനങ്ങ് കട്ടിൽ നീക്കിയിട്ടതാണ്. അല്ലെങ്കിൽ പിന്നെ അവൾ വരുമ്പോഴത്തേന് നീക്കാൻ നിന്നാൽ ശരിയാവത്തില്ല. അപ്പോഴത്തേക്കിന് നമ്മുടെ ഇതിൻ്റെ അകത്തെ കടലയ്ക്കകത്തെ വെള്ളമൊക്കെ വറ്റി ഒരു റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ വെച്ചായിരുന്നു. കാരണം പലരും പല വിഭാഗക്കാരല്ലേ. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ചാൽ പൊടിക്കൊച്ചിന് ചപ്പാത്തി ആണെങ്കിലും കൊടുക്കാം. അപ്പം ഞാൻ വെണ്ടയ്ക്കകത്ത് ഇച്ചിരി സവാളയൊക്കെ ഇട്ട് അത് ഇപ്പം റെഡിയായി. പിന്നെ ഒരു കാബേജ് തോരനൂടെ വെക്കാമെന്ന് വെച്ച്.
അപ്പോൾ കാബേജ് ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇവർക്കെല്ലാം കാബേജ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ജോമാസ് ചോദിച്ചായിരുന്നു, റേച്ചാൻ നോൺ വെജ് കഴിക്കത്തില്ലേന്ന്. റേച്ചാൻ നോൺ വെജ് കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ് നോൺ വെജ്. ബീഫൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മീൻ കഴിക്കാത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുള്ള് പേടിച്ചാൽ നെയ്മീൻ, അലുവ, ചൂര കേരയും കഴിക്കത്തില്ല. കാരണം വെള്ളയാണെങ്കിൽ കഴിക്കും, ഇച്ചിരിയേലും ബ്രൗൺ ഉണ്ടെങ്കിൽ അതിഷ്ടമല്ല. പിന്നെ അയല അങ്ങനെയൊന്നും കഴിക്കത്തില്ല. ഈ അലുവ മീൻസ് ഈ ബ്ലാക്ക് ആവോലി ഉണ്ടല്ലോ, നമ്മുടെ കറുത്ത ആവോലി, നെയ്മീൻ, വെളുത്ത കേരയാണെങ്കിൽ അത്. പക്ഷെ മോദയൊന്നും ഇവിടെ ഞങ്ങൾക്ക് കിട്ടാറില്ലല്ലേ, അതൊക്കെയാണെങ്കിൽ അതൊക്കെ കഴിക്കും. പണ്ട് ഞങ്ങൾ തേടെന്ന് പറയും, പക്ഷേ ഇവിടെ ബോംബെയിൽ അതിന് കൂരി എന്നാണ് പറയുന്നത്. നല്ല മീനാണ്, പക്ഷേ അതിനൊരു നന്നായി വെട്ടിക്കഴുകണം, അതിനനുസരിച്ച് ഉളുമ്പ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഒരു പ്രാവശ്യം വാങ്ങിച്ചു, ഇവിടെ ഇഷ്ടമാണ്. പക്ഷേ അത് പോളിനും ആ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്കിഷ്ടമാണ്, നല്ല പീസ് മീനായിരുന്നു. അത് പിന്നെ അതിനെ ഞാൻ വാങ്ങിക്കാറില്ല. ഇപ്പോൾ എല്ലാവരും കൂടെ കഴിക്കുവാണെങ്കിൽ, കൊച്ചുങ്ങൾ ഇപ്പോൾ റേച്ചാൻ കഴിക്കത്തില്ല പോട്ടെ, കൊച്ചുങ്ങളൂടെ കഴിക്കുവാണെങ്കിൽ നമുക്ക് വാങ്ങിക്കുന്നതല്ലേ നല്ലത്. അപ്പം ഞാനിവിടെ ഒരു കാബേജ് തോരനും ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മോരിരിപ്പുണ്ടായിരുന്നു, അവനിഷ്ടമല്ലേ മോര്. ഇച്ചിരി രസം ഉണ്ടായിരുന്നു, ആ രസം ഇന്നിനിയും വാരം എടുക്കുന്നില്ല. ഞാൻ ഇന്ന് ഇടയ്ക്ക് ചോറിലൊഴിക്കാതെ അല്ലാതെ ഉച്ചയ്ക്ക് എനിക്ക് ഇത്തിരി കുറച്ചുകൂടെ വെള്ളം അതി ഒഴിച്ച്, ഇല്ല മോരും വെള്ളം കുടിക്കത്തില്ല, അതുപോലെ ആ രസത്തിൻ്റെ അകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അങ്ങ് കുടിച്ച്. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും മോര് വെക്കുന്നത്, മോരിച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ പുക പോലെ വരുന്ന ഉടനെ അതിൻ്റെ അകത്ത് ഉലുവാപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് കടുക് വറക്കുക. ഇന്ന് പക്ഷേ നേരെ തിരിച്ചാണ് ചെയ്തത്. ഇന്ന് ഇച്ചിരി തൈര് കുറവായതുകൊണ്ട് ഇച്ചിരി തേങ്ങ അരച്ച് ആദ്യം ഞാൻ ഈ ചട്ടിക്കകത്ത് തന്നെ കടുക് വറുത്തിട്ട് ഇതിലോട്ടൊഴിച്ച് ഇങ്ങനെ ഇളക്കി അനത്തിയെടുക്കാമെന്ന് വെച്ച്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ മറന്നു പോകുന്നവരും ഓടിപ്പോയി ലൈക്കും ചെയ്തേരെ, കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട കേട്ടോ. എന്നിട്ട് ആ ബെല്ലൈക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കുമേ. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടേ ഓരോരുത്തരും ഓരോ ഫുഡിൻ്റെ കോമ്പിനേഷൻ പറഞ്ഞു. അയ്യോ, അത് കേട്ടോണ്ടേ ഞാനൊരു ദിവസം ഒരു റീലിട്ടായിരുന്നേ അവിയലിൻ്റെ. അപ്പോൾ ഒരു കമൻറ്റ്, ആ അവിയലിൻ്റെ അകത്ത് ഇച്ചിരി നല്ല മീൻചാറൊഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത് കേട്ടപ്പോഴേ എനിക്ക് വായിൽ നിന്ന് അങ്ങ് വെള്ളം വന്നു. അപ്പം ഞാൻ ഉലുവാപ്പൊടിയൊക്കെ ഒന്ന് കലക്കിയിട്ട് പിന്നെ കായപ്പൊടിയൊക്കെ ചേർത്ത് നമ്മുടെ മോരുകറി ഇവിടെ റെഡിയായി. അപ്പം നമുക്കിനി നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.